നമസ്കാരം. ഇന്ത്യൻ ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രി കസേരയിൽ ഇരുന്നത് കൊണ്ട് കർത്തവ്യം നിറവേറ്റാൻ തുടങ്ങുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ജനങ്ങളുടെ രോമത്തിൽ പോലും തൊടാൻ സമ്മതിക്കാതെ തട്ടിപ്പ് സംഘങ്ങളെ രാജ്യത്ത് നിന്നും തുടച്ചു മാറ്റുക എന്നതാണ്. സംസ്ഥാനത്ത് നിന്നോ രാജ്യത്ത് നിന്നോ അവരെയൊക്കെ ഓടിക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ട ഒരു മന്ത്രി എന്ന കർത്തവ്യം. സ്വാഭാവികമായി ഒരു മന്ത്രി എന്ന നിലയിലോ MLA എന്ന നിലയിലോ ഏതെങ്കിലും സംഘടനകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി പരിപാടിക്ക് വിളിക്കുമ്പോൾ രാഷ്ട്രീയ പ്രതിനിധി എന്ന നിലയിൽ ആദ്യം ചെയ്യേണ്ടത് ആ പദ്ധതിക്ക് പോലീസ് ക്ലിയറൻസ് വാങ്ങിക്കുക എന്നതാണ്. തൊട്ട ഓഫീസിൽ, മന്ത്രി ഓഫീസിൽ ഒട്ടനവധി സ്റ്റാഫുകളെ പാർട്ടി നിയമത്തിൽ തിരികെ കയറ്റിയിട്ടുണ്ട്. അവരെ കൊണ്ട് തന്നെ അല്ലെങ്കിൽ തൊട്ട് സമീപത്തിരിക്കുന്ന ഏത് പരിധിയിലാണോ, ഏത് സ്ഥലത്താണോ, ഏത് മണ്ഡലത്തിലാണോ പരിപാടി നടക്കുന്നത് ആ മണ്ഡലത്തിലെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഇന്നൊരു പരിപാടി നടക്കുന്നുണ്ട്, ഈ പരിപാടി ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്, ഇവരുടെ പശ്ചാത്തലം, ബാക്ക്ഗ്രൗണ്ട് അറിയേണ്ടതുണ്ട്, ഇത് എന്തെങ്കിലും തട്ടിപ്പ് സംഘങ്ങളാണോ എന്ന് അറിയേണ്ട അല്ലെങ്കിൽ എന്ന് ചോദിച്ച് മനസ്സിലാക്കേണ്ട ഒരു കർത്തവ്യം, ഒരു ഉത്തരവാദിത്തം ജനങ്ങൾ വോട്ടിട്ട് വിജയിപ്പിച്ച് ആ മന്ത്രി കസേര തന്ന ഒരു വ്യക്തി, അതായത് ഒരു മന്ത്രിക്കോ ഒരു MLAക്കോ ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അതല്ലാതെ അവർ തരുന്ന സമ്മാന പൊതികളും അവർ തരുന്ന സമ്മാനങ്ങൾ, അതായത് നോട്ടുകെട്ടുകളായിക്കോട്ടെ, ഫ്രിഡ്ജുകളായിക്കോട്ടെ, മറ്റെന്തെങ്കിലും സാധനങ്ങളായിക്കോട്ടെ, സമ്മാനങ്ങളെല്ലാം അത് കണ്ട് കണ്ണ് മഞ്ഞളിച്ച് അതെല്ലാം വാങ്ങിച്ചുകൊണ്ട് നേരെ ഔദ്യോഗിക വാഹനത്തിൽ കയറി സ്ഥലം വിട്ട് ജനങ്ങളെ സാക്ഷി നിർത്തി ചൊല്ലിയ പ്രതിജ്ഞകൾക്കെല്ലാം വെറും ഒരു നാടകമായി പോയെന്ന് ജനങ്ങൾ തന്നെ പറയേണ്ട ഒരവസ്ഥ നിങ്ങൾ ഉണ്ടാക്കരുത്. കേരളത്തെ പിടിച്ചു കുലുക്കിയ വലിയ ഒരു തട്ടിപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ തട്ടിപ്പ് നിലവിൽ കേരളത്തിൽ മാത്രമാണോ അതോ മറ്റ് സംസ്ഥാനങ്ങളിലും നടന്നിട്ടുണ്ടോ, ഇതിന് എവിടെയൊക്കെ ചെന്ന് നിൽക്കുമെന്ന് അറിയില്ല. കാരണം ഓരോ ദിവസവും തട്ടിപ്പിന്റെ ശൃംഖല വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഓരോ ദിവസവും UDFലെ MLAമാർക്കും അതുപോലെ തന്നെ CPMലെ പാർട്ടി സെക്രട്ടറിമാർക്ക് പണം കൊടുത്തു എന്നും ഭരണപക്ഷ സർക്കാരിന് പണം കൊടുത്തു എന്നും ഓരോ പ്രോഗ്രാമിനടക്കം പണം നൽകിയെന്ന അനന്തകൃഷ്ണന്റെ വെളിപ്പെടുത്തൽ ഓരോന്നായി പുറത്തു വരുമ്പോൾ സെക്രട്ടേറിയറ്റും നിയമസഭ വരെ വരും നാളുകളിൽ വലിയ ഒരു ഫോക്കസ് പോയിന്റായി മാറും. വലിയൊരു നോട്ടങ്ങൾക്ക് ക്യാമറ കണ്ണുകൾ വീക്ഷിക്കുന്ന ഒരു മെയിൻ ഏരിയ ആയി മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഭരണസിരാ കേന്ദ്രത്തിലും നിയമസഭയിലും അടക്കം വമ്പൻ MLAമാർ വരും ദിവസങ്ങളിൽ കുടുങ്ങുമെന്നതും യാഥാർത്ഥ്യമാണ്. പകുതി വില തട്ടിപ്പ് കേസിൽ തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളിൽ മറുപടിയുമായി മന്ത്രി V ശിവൻകുട്ടി എന്ന് വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുകയാണ്. ഇനി പോലീസ് ക്ലിയറൻസ് ലഭിക്കാതെ പരിപാടിക്ക് പോകില്ല എന്ന് V ശിവൻകുട്ടി മുൻകൂർ ജാമ്യം എടുത്തു കഴിഞ്ഞു. നാഷണൽ NGO കോൺഫെഡറേഷൻ പരിപാടിയിൽ പങ്കെടുത്ത പ്രതി അനന്തകൃഷ്ണനെ ശിവൻകുട്ടി പ്രശംസിക്കുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം നജീബ് കാന്തപുരം MLA പുറത്തുവിട്ടിരുന്നു. പകുതി വില തട്ടിപ്പ് കേസിൽ നജീബ് കാന്തപുരത്തിനെതിരെ കേസ് എടുത്തിരുന്നു. ഒരു മന്ത്രി തന്നെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അത് കൃത്യമാണോ എന്ന്, ആ പരിപാടി സത്യസന്ധമാണോ എന്നും അന്വേഷിക്കേണ്ടത് ഒരു മന്ത്രിയുടെ ഉത്തരവാദിത്തമാണ്. അതെല്ലാം അന്വേഷിച്ചതിന് ശേഷമായിരിക്കുമല്ലോ മന്ത്രി പങ്കെടുക്കുക എന്ന ചോദ്യമാണ് നിലവിൽ ഉയരുന്നത്. കോൺഫെഡറേഷൻ 2 പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. അതായത് കോൺഫെഡറേഷന്റെ 2 പരിപാടികളാണ് ശിവൻകുട്ടി പങ്കെടുത്തിട്ടുണ്ട് എന്ന് ഇന്ന് തുറന്ന് പറഞ്ഞിരിക്കുകയാണ്. ആനന്ദ്കുമാർ ക്ഷണിച്ചിട്ടാണ് ഓഫീസ് ഉദ്ഘാടനത്തിന് പോയത്. പുത്തിരിക്കണ്ടത്ത് സ്കൂട്ടർ നൽകുന്ന പരിപാടിയിലും പങ്കെടുത്തു. 2023 ഓഗസ്റ്റ് 27 നാഷണൽ NGO കോൺഫെഡറേഷൻ സംസ്ഥാനതല ഓഫീസ് ഉദ്ഘാടനം ചെയ്തത് ശിവൻകുട്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങളുടെ നിലവിലത്തെ ചോദ്യവും പ്രസക്തമായി വരുന്നത്. അതായത് ഒരു മന്ത്രി തന്നെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിക്കുന്നു. ഫ്ലെക്സ് ബോർഡുകൾ നിരന്തരം റോഡുകളിലും സമൂഹ മാധ്യമങ്ങളിലടക്കം ഇങ്ങനെ വ്യാപിപ്പിക്കുന്നു. അപ്പോഴൊക്കെ ജനങ്ങളുടെ വിശ്വാസം, ഒരു മന്ത്രി ഒരു ജനത്തിന് ആ പരിപാടി സത്യസന്ധമാണോ എന്ന് അന്വേഷിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു മന്ത്രി എന്ന നിലയിൽ അവർക്കത് നിമിഷ നേരം കൊണ്ട് തന്നെ ആ പരിപാടിയുടെ സത്യാവസ്ഥ, അതിൻ്റെ സംഘാടകരുടെ ബാക്ക്ഗ്രൗണ്ട്, ആ പരിപാടിയുടെ ലക്ഷ്യം എന്താണ്, ആ പരിപാടിയുടെ ഉദ്ദേശം എന്താണ്, അതൊക്കെ അന്വേഷിക്കാനുള്ള അധികാരം, അന്വേഷിക്കാനുള്ള സോഴ്സും മന്ത്രിമാർക്ക് തന്നെയുണ്ട്. അപ്പോൾ അവർ ഇതൊന്നും അന്വേഷിക്കാതെ വരുമ്പോൾ ഇതിലേതാണ് സത്യം, ഇതിലേതാണ് തട്ടിപ്പ് എന്ന് ജനങ്ങൾ എങ്ങനെ മനസ്സിലാക്കുമെന്നാണ് ജനങ്ങൾ തന്നെ ചോദിക്കുന്നത്. ന്യൂസ് ഡെസ്ക് തത്വമയി ന്യൂസ്. Branding partner EduBix Online Executive Education. Focus Physiotherapy Center Pattam. Unnat Engineering Gujarat. Tirthayatra.com. Iron Build Gujarat. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482
5599. Jyotis Building Promoters Private Limited, Thiruvananthapuram.